എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2019 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ പെട്ടുപോവരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ മുൻകൈ എടുത്തത്. ഒരുപാട് വിദ്യാർത്ഥികളുടെ ആസ് എ റിക്വസ്റ്റ് മാനിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2019 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ജീവിതം പാഴായി പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആദ്യമായി നമുക്ക് പറയാനുള്ളത്. കാരണം പ്രധാനമായും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് മാനിച്ചാണ്. ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളുടെ അല്ല, ഒരുപാട് വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റുകൾ മാനിച്ചാണ് ഞാൻ തീർച്ചയായും ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് തന്നെ ഞാൻ ആദ്യം പറയുന്നു. അങ്ങനെ ഏതെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് തീർച്ചയായും ഒന്ന് പങ്കുവെക്കണം എന്നും കൂടി ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒരുപാട് വിദ്യാർത്ഥികളാണ് 2019 അഡ്മിഷൻ എടുക്കുകയും ഒരുപാട് സെമസ്റ്റർ പരീക്ഷകളിൽ ഇനിയും സപ്ലി ഉണ്ടായിട്ട് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്നത്. അവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വാലിഡിറ്റി പീരീഡ് അവസാനിച്ചു. ഇനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ, മേഴ്സി ചാൻസ് എക്സാമിനേഷൻ എന്നൊക്കെ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ പ്രധാനമായും സംഭവിക്കാൻ പോകുന്ന ഒറ്റൊരു കാര്യം മാത്രമാണ്, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 3-4 വർഷങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരും ഒരു എക്സാം കോൾ ഫോർ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 2019 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ജീവിതം പാഴായി പോവാതിരിക്കാൻ വേണ്ടിയാണ് തീർച്ചയായും ഞാൻ ഈ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഉന്നതിയിലിരിക്കുന്ന ഒരാളാണ്, ഗവൺമെൻറ് ഉന്നത മേഖലയിലിരിക്കുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും സെക്ഷനുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് തീർച്ചയായും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരിലേക്കൊന്ന് എത്തിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. കാരണം ഇത് എൻ്റെ മാത്രമല്ല, ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റാണ്. ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് മാനിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം 1 to 6 സെമസ്റ്ററുകളിൽ സപ്ലി വന്നിരിപ്പുണ്ട്. അവർക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും. റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം അവർക്ക് എഴുതാൻ സാധിക്കില്ല. എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അവർ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാണുന്നവർ തീർച്ചയായും കൂടുതൽ പേരിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. എന്താണെങ്കിലും 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും സെമസ്റ്റർ എക്സാം ഒക്കെ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ വിവരങ്ങൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി മിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്.